സംസ്ഥാനത്ത് ചെറുകിട ഇറച്ചിക്കോഴി ഫാം നടത്തുന്ന കർഷകർ പ്രതിസന്ധിയിലാണ്. ഇറച്ചിക്കോഴിക്ക് അടിക്കടി ഉണ്ടാവുന്ന വിലക്കുറവും തീറ്റയ്ക്ക് സബ്സിഡി ലഭിക്കാത്തതുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി ഫാമുകൾ തുടങ്ങിയ ചെറുതും വലുതുമായ കർഷകർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇറച്ചിക്കോഴിയുടെ ഉത്പാദനവും വിപണനവും ലക്ഷ്യമിട്ടാണ് കോന്നി അതുമ്പുംകുളം സ്വദേശി സുനിൽ സ്വന്തമായി ഫാം തുടങ്ങിയത്. ഫാം നിർമ്മാണത്തിനും കോഴിക്കുമായി ലക്ഷങ്ങൾ തന്നെ ചെലവഴിച്ചു. എന്നാൽ ഇറച്ചിക്കോഴിക്കുള്ള വിലക്കുറവും തീറ്റയ്ക്ക് സബ്സിഡി ലഭിക്കാത്തതുമായതോടെ ഫാം അടച്ചുപൂട്ടി. തമിഴ്നാട്ടിൽ ഇറച്ചിക്കോഴി തീറ്റയ്ക്ക് സർക്കാർ സബ്സിഡി നൽകുമ്പോൾ കേരളത്തിൽ അത് ലഭിക്കുന്നില്ലെന്നും സുനിൽ പറയുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഡയറി ഫാമിലായാലും ഇതുപോലെയുള്ള പൗൾട്രി ഫാമിനൊക്കെ തീറ്റയ്ക്ക് നല്ല സബ്സിഡി കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ അങ്ങനെയുള്ള സഹായമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ലാഭകരമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് എത്ര കോഴികളായിരുന്നു? ഇതിനകത്ത് 3000 കോഴി വളർത്താം. ഇതിപ്പോൾ ഒരു 7 ലക്ഷം രൂപ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3000 ഇറച്ചിക്കോഴികളെ വളർത്താനുള്ള ഫാമാണ് സുനിൽ സാമ്പത്തിക ബാധ്യത കാരണം അടച്ചുപൂട്ടിയത്. ചെറുകിട സംരംഭം എന്ന രീതിയിൽ ഇറച്ചിക്കോഴി ഫാം തുടങ്ങിയ കർഷകരെല്ലാം കടുത്ത പ്രതിസന്ധിയിലാണ്. പലരും ബാങ്ക് വായ്പ എടുത്തും പലിശയ്ക്ക് കടം വാങ്ങിയുമാണ് പൗൾട്രി ഫാമുകൾ തുടങ്ങിയിട്ടുള്ളത്. സർക്കാർ സഹായവും സബ്സിഡിയും ഇറച്ചിക്കോഴി വളർത്തൽ മേഖലയിൽ ലഭിക്കാത്തതിനാൽ മിക്ക കർഷകരും വലിയ സാമ്പത്തിക ബാധ്യതയിലാണ്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.